ഇസ്മായിൽ റഷാദി ഉസ്താദ് ദൂരം ബാംഗ്ലൂരിൽ നിന്നാണ് ഇവിടെ എത്തിയത്. അയാളുടെ സ്വന്തം നാട് നമ്മളെ അടുത്തുണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ എല്ലാ പ്രവർത്തനം വളരെ ദൂരത്താണ്. വലിയ പണ്ഡിതനാണ്, ബഹുഭാഷ പണ്ഡിതനാണ്. അതുപോലെ തന്നെ ഒരുപാട് വിവരങ്ങൾ നമുക്ക് അവിടെ നിന്ന് കിട്ടാൻ സാധിക്കും ഇൻഷാ അല്ലാഹ്. ചുരുക്കി ബഹുമാനപ്പെട്ട ഡോക്ടർ മുഹമ്മദ് ഇസ്മായിൽ റഷാദി അവറുകളെ പ്രസംഗത്തിന് വേണ്ടി വളരെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു ഇൻഷാ അല്ലാഹ്. പിന്നീട് ചെറിയ സമയത്തിൻ്റെ ഉള്ളിൽ 1-2 പ്രസംഗങ്ങൾ കഴിഞ്ഞ് നമ്മുടെ പരിപാടി കഴിയും. എല്ലാവരും ഭക്ഷണവും മറ്റെല്ലാം കഴിഞ്ഞ് പിരിയാവും. അള്ളാഹു തൗഫീക്ക് നൽകുമാറാവട്ടെ. പ്രസംഗത്തിൻ്റെ അവസാനത്തിൽ വന്യരായ സയ്യിദ് ഹബീബുല്ലാ തങ്ങൾ അവരുടെ നല്ല ആത്മീയമായ ദുആവും നസീഹത്തും കൂടിയുണ്ട്. അതല്ലാതെ നമ്മളാരും ഇരുന്ന സ്ഥലത്ത് നിന്നിട്ട് മാറാനില്ല. അള്ളാഹു തൗഫീക്ക് നൽകുമാറാവട്ടെ. ബഹുമാനപ്പെട്ട റഷാദി ഉസ്താദ് അവറുകളെ ക്ഷണിക്കുന്നു. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين. ഏറ്റവും ആദരണീയരായ ഹബീബുല്ലാ തങ്ങൾ അവർകളെ, അതേപോലെ തന്നെ എൻ്റെ ഗുരുവര്യരായ അബൂബക്കർ ഉസ്താദ്, അതേപോലെ തന്നെ നേരിട്ടൊരു ഉസ്താദല്ല എങ്കിലും അതേപോലെ സ്നേഹിക്കുന്ന സുലൈമാൻ ഉസ്താദ് അവർകളെ, മറ്റ് ഇവിടെ മദദി ബിരുദം കരഗതമാക്കിയ പണ്ഡിതരെ, ഇവിടെ സന്നിഹിതരായ ശ്രോതാക്കളെ, ഞാൻ പലതും പറഞ്ഞു എങ്കിലും നമ്മുടെ എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും ഒരിക്കലും ജീവിതത്തിൽ ഒരു അനുമണിൻ്റെ അത്ര കിബിറ് വരാതെ പ്രവർത്തനങ്ങൾ, പ്രസംഗങ്ങൾ, എഴുത്തുകൾ ഒക്കെ നിർബന്ധമാണ്. പക്ഷെ ഒരു അണുമണിൻ്റെ അത്ര പോലും കിബിറ് നമുക്ക് ഒരിക്കലും വരാൻ പാടില്ല. അതിനെ ഇന്നേ വരെ കാത്തു സൂക്ഷിച്ചിരുന്നു. അള്ളാഹു തആലയും നമ്മെ എല്ലാവരെയും കാക്കട്ടെ, എന്നെ അടക്കം എന്ന് പ്രത്യേകമായി ദുആ ചെയ്യുന്നു. കാരണം ഞാൻ ഈ പറയുമ്പോൾ ചിലപ്പോൾ എൻ്റെ വായിൽ നിന്ന് ഞാൻ വന്നുപോകും. അത് ഒരിക്കലും കിബിറിലല്ല, ചില സാഹചര്യങ്ങൾ, കാര്യങ്ങൾ പറയുമ്പോഴേക്ക് അങ്ങനെ ചിലപ്പോൾ വന്നേക്കാം. അതുകൊണ്ടാണ് പ്രത്യേകമായി പറഞ്ഞത്. പിന്നെ ഇൻഷാ അല്ലാഹ് നല്ലൊരു സദസ്സാണ്. ഒരു ഓൺലൈൻ ബിരുദത്തിൻ്റെ സദസ്സാണ് എന്നൊരാശങ്ക ആർക്കും വേണ്ട. അത് എങ്ങനെയാകാം, നേരിട്ടും ആകാം, ഓൺലൈനും ആകാം. അതല്ലാണ്ട് ഞാൻ കാണുന്ന ഈ എൻ്റെ മുമ്പിലിരിക്കുന്നവർ എന്നെക്കാട്ടും വലിയ വലിയ പണ്ഡിതരാണ്. പല വിഷയത്തിലും നല്ലോണം ബഹുമാനിക്കപ്പെടേണ്ടവരുമാണ്. അപ്പോൾ നമുക്ക് ഇൽമിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ ഞാൻ ആദ്യ സമയം എത്രയാണ് എവിടെ എല്ലായിടത്തും ചോദിക്കലുണ്ട്. സമയം എത്രയാണ് പറഞ്ഞതിന് വെച്ചാൽ 1 മിനിറ്റ് അപ്പുറം പോയ ചരിത്രമേ ഇല്ല. കാരണം ഒരാളെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല. നമ്മുടെ ബഹുമാനപ്പെട്ട അബൂബക്കർ ഉസ്താദ് ഇവിടെ ഓതിയ ആയത്ത്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വഖുർ റബ്ബി സിദ്നി ഇൽമാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നും പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന ഈ ആയത്ത്. ഇൽമ് അതിനൊരു സമയമൊന്നുമില്ല. നമുക്ക് 60, 70, 80, 100 കഴിവുള്ളത്ര കാലത്തോളം ഇൽമ് കരഗതമാക്കൽ നമ്മുടെ ബാധ്യതയാണ്. ഇന്ന് അതിൻ്റെ ഫെസിലിറ്റികൾ വളരെ കൂടുതലാണ്, പണ്ട് പോലെയല്ല. ഞാൻ ഒരു 35 കൊല്ലം മുമ്പ് 4 കൊല്ലം ഷരീഫ് ഉസ്താദിൻ്റെ അടുത്ത് പഠിച്ചതാണ്. അപ്പോൾ ബുഖാരി ഷരീഫ് ഓതുന്ന വലിയ വിദ്യാർത്ഥിയാണ് അബൂബക്കർ ഉസ്താദ്. ഉസ്താദിൻ്റെ അടുത്ത് ഓതുന്ന കിതാബുകളെല്ലാം ബഹുമാനപ്പെട്ടവരെ നമുക്ക് വായിച്ചു തരും. അവർക്ക് ദീർഘായുസ്സും ആഫിയത്തും അല്ലാഹു കൊടുക്കട്ടെ. ഇതിൽ നിന്ന് ഈ ആയത്തിൽ നിന്ന് നമുക്ക് ഒരുപാട് കാര്യം മനസ്സിലാക്കാനുണ്ട്. ഇൽമാണ് ഏറ്റവും വലുത്. സമ്പത്തുണ്ട്, പല വിഷയങ്ങളും ഉണ്ട്, എങ്കിലും ഇവിടെ ഏറ്റവും വലുത് ഇൽമാണ്. കാരണം അല്ലാഹു തആല തന്നെ നേരിട്ട് പറഞ്ഞതാണ്. അല്ലാഹു തആല മറ്റൊരു ആയത്ത് വളരെ ചുരുക്കി പറയുന്നതാണ്,
മറ്റൊരു ആയത്തിൽ അല്ലാഹു തആല പറയുന്നു, ഖുൽ ഹൽ യസ്തവില്ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ. അറിവുള്ളവരും അറിവില്ലാത്തവരും ഒരുപോലെയല്ല എന്നർത്ഥത്തിന്. അവർക്ക് സ്ഥാനങ്ങളില്, അവരുടെ അഭിപ്രായങ്ങളില്, അവർ ചെയ്യുന്ന എല്ലാ ആക്ടിവിറ്റീസുകളിലും വ്യത്യാസങ്ങളുണ്ട്. മറ്റൊരു ആയത്തിൽ അല്ലാഹു പറയുന്നു, യർഫഇല്ലാഹുല്ലദീന ആമനൂ മിൻകും വല്ലദീന ഊതുൽ ഇൽമ ദറജാത്ത്. സത്യവിശ്വാസികളെ അവര് ഉന്നതരാണ്, അതിലും പ്രത്യേകിച്ച് വിജ്ഞാനം നൽകപ്പെട്ടവര്, ഇൽമ് അറിവ് കരഗതമാക്കിയവര് ഉന്നതരാണ് എന്നല്ലാഹു പറയുന്നു. വേറെ ഒരു ആയത്തിൽ അല്ലാഹു പറയുന്നു, ഇന്നമാ യഖ്ഷല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ. അല്ലാഹുവിനെ പേടിക്കുന്നത് അല്ലാഹുവിന്റെ ദാസന്മാരിൽ നിന്ന് ഉലമാക്കളാണ് എന്ന്. ഈ ആയത്തുകളെ തന്നെ നമുക്ക് പറയുകയാണെങ്കിൽ കൂടുതൽ പറയാനുണ്ട്. അതാ ഞാൻ പറയുന്നത്. ഞാൻ സത്യത്തിൽ എന്നെല്ലാം പറയുന്നത് പ്രോഫറ്റിക് മെഡിസിന്റെ തിബ്ബുൻ നബവിന്റെ ഉസ്താദ് എന്നാണ്. സത്യം അങ്ങനെയല്ല. ഞാൻ നിങ്ങളെ പോലെ ദർസിൽ പഠിച്ച് ആദ്യം ബഹുമാനപ്പെട്ട സുരിയുൽ ഉസ്താദിന്റെ അടുത്ത് 4 വർഷം പഠിച്ച്, അതിന്റെ ശേഷം താജുൽ ഫുഖഹ ഉസ്താദിന്റെ അടുത്ത് 7 വർഷം പഠിച്ച്, പിന്നെ കോളേജിൽ നിന്ന് ബിരുദം വാങ്ങിയ ആളാണ്. അതിന്റെ ശേഷം ഉസ്താദിന്റെ ആദ്യം പഠിച്ചത് കൊണ്ട് സുരിബല്ലായതുകൊണ്ട് നെഹവും മറ്റുള്ള ഫന്നുകളൊക്കെ വളരെ കൃത്യമായി അതിന്റെ മുറ പോലെ പഠിപ്പിച്ചു. അൽഹംദുലില്ലാ. പിന്നീടുള്ള വലിയ വലിയ എല്ലാ കിതാബുകളും നമ്മുടെ ഷെയ്ഖുന താജുൽ ഫുഖഹ ഉസ്താദ് പഠിപ്പിച്ചു, അവരൊന്ന് പഠിച്ചു. പിന്നെ ഈ ഭൗതികമായി ചെറുപ്പത്തിൽ പഠിക്കുന്ന കാലത്ത് തന്നെ നമ്മുടെ ഉസ്താദിനെ അറിയാം. ഞാൻ തമിഴ് മറ്റുള്ള ഭാഷയെല്ലാം അവിടെ ഇരിക്കുമ്പോൾ തന്നെ പഠിച്ചതാ, 11-12 വയസ്സിൽ. ഇങ്ങനെ പഠിച്ച് ഇതുകൊണ്ട് വേറൊന്നും ഉദ്ദേശിച്ചതല്ല. ദീനി ദഅവത്ത് ചെയ്യണം, അതിന്റെ മാധ്യമങ്ങൾ പഠിക്കണം. അവരുടെ പൊരുത്തത്തോടുകൂടെ അൽഹംദുലില്ലാ ഇന്ന് എഴുതാനും വായിക്കാനും ഏകദേശം ഒരു 10 ഭാഷകൾ അള്ളാഹുവിന്റെ ഫള് കൊണ്ട് കിട്ടിയിട്ടുണ്ട്. എനിക്കുള്ള ഒരു ബുദ്ധിയോ കഴിവോ ഒന്നും ഒരിക്കലും അല്ല. അപ്പൊ ഈ വിജ്ഞാനം കരഗതമാക്കണം, അതിന് ദഅവത്ത് ചെയ്യണം, മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കണം. അത്രയേ ഉള്ളൂ നമ്മുടെ. എന്നല്ലാണ്ട് കുറെ അറിഞ്ഞ്, കുറെ ഭാഷകൾ അറിഞ്ഞ് ഭയങ്കര പ്രാവീണ്യമുണ്ട്, ഭയങ്കരമായ നൈപുണ്യമുണ്ട് എന്നെല്ലാം പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. അള്ളാഹു പൊരുത്തപ്പെടട്ടെ എന്ന് മാത്രമാണ് നാം ദുആ ചെയ്യേണ്ടത്. നിങ്ങളുടെ ഈ ഖത്തീബം ഉസ്താദിന്റെ അടുത്ത് പറഞ്ഞു, ക്ഷണിച്ചപ്പോൾ ഖത്തീബന്മാരാണ് അതിലുള്ളത്. അപ്പൊ ഈ ഖത്തീബന്മാർക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കണമെന്ന് മുമ്പേ ഞാൻ ആഗ്രഹിച്ച കാര്യമാണ്. ഒരുപാട് കാര്യം പറയാനുണ്ട്. ഇൻഷാ അല്ലാഹ് ഈ അരമണിക്കൂറിന്റെ ഉള്ളിൽ ഒതുക്കിയിട്ട് കുറെ കാര്യങ്ങൾ പറയാനുണ്ട്. കാരണം കാര്യം പറയുകയാണെങ്കിൽ ഞാൻ പറയുന്നത് എനിക്ക് കുറച്ച് കാര്യം കിബിറല്ല എന്ന് പറയുന്നത്. ഞാൻ ബാംഗ്ലൂർ കോളേജിലായിരുന്നു ഇത്രത്തോളം. അവിടെ ഉറുദുക്കാരാ കൂടുതലും. ബിരുദാനന്ദ ബിരുദമൊക്കെ കഴിഞ്ഞിട്ട് വരുന്ന ഉറുദുക്കാരാണ്. അവർക്ക് ഞാൻ കല്യാണത്തിന്റെ ഒരു ക്ലാസ് എടുക്കുന്നത്, അത് എപ്പോഴും ലാസ്റ്റാണ് എടുക്കുന്നത്. 1 മാസം എടുക്കും കല്യാണത്തിന്റെ ക്ലാസ്. നിങ്ങൾ വിചാരിക്കും അത്രമാത്രം ഉണ്ടോ? അത്രമാത്രമല്ല. 6 മാസം വേണം. ഞാൻ പറഞ്ഞത് 6 മാസം വേണമെങ്കിൽ നിരന്തരം എടുക്കും. ഒരൊറ്റ ഒരു ആയത്തിന്റെ വിശദീകരണമാണ് സൂറത്ത് റൂമുള്ള 21-ാമത്തെ ആയത്തിന്റെ വിശദീകരണമാണ് സയന്റിഫിക്കലായിട്ട് പഠിപ്പിക്കുന്നത്. അത്രമാത്രം ഉണ്ട്. അത് നിങ്ങൾ ഈ പറയുന്നതിന്റെ ഉദ്ദേശം നിങ്ങൾ അത് പഠിക്കണം. ഈ ഖത്തീബന്മാർ, ഇമാമിങ്ങൾ എന്ന് പറഞ്ഞാൽ സത്യത്തിൽ ആ നാടുകളെ, ആ മഹല്ലത്തുകളെ ഭരിക്കുന്നവരാണ്. അവർക്ക് ശരിക്കും കിതാബുകൾ അറിയണം. ആ ജനങ്ങളുടെ വലിയവരുണ്ട്, കുട്ടികളുണ്ട്, പ്രായമുള്ളവരുണ്ട്, ഇല്ലാത്തവരുണ്ട്, സ്ത്രീകളുണ്ട്, എല്ലാവരും ഉണ്ട്. അവരായിട്ട് സംവദിക്കാൻ, അവർക്ക് പഠിപ്പിക്കാൻ അറിയണം. ആണുങ്ങൾക്ക് മാത്രം പഠിപ്പിച്ചാൽ പോരാ, പെണ്ണുങ്ങൾക്കും പഠിപ്പിക്കണം. പക്ഷേ നമ്മളിൽ നിന്ന് എന്തെങ്കിലും ഒരു ന്യൂനത, നിങ്ങളത് പറയേണ്ട ആവശ്യമില്ല. ഒരുപാട് കാലം മുദരിസും പിന്നെ ഖത്തീബുമാരായിട്ട് ജോലി ചെയ്തവരാണ്. ഒരു ന്യൂനത ഇല്ലാതെ, ഒരു അണുമണിതത്തിൽ ന്യൂനതകൾ ഞങ്ങൾക്ക് വരാതെ അവർക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കാനാണ്. എന്ന് ഞാൻ പിന്നെ ചുരുക്കി പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, മൻ യുരിദില്ലാഹു ഖൈറൻ യുഫഖിഹുഹു ഫിദ്ദീൻ, മുത്തഫഖുൻ അലൈഹി. അല്ലാഹു ഒരാൾ ഖൈർ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവനെ ദീനിൽ അറിവുള്ളവരാക്കും എന്ന്.
പിന്നെ ഹദീസുകൾ, ഈ വിജ്ഞാനങ്ങളെ പറ്റി ഒരുപാട് ഹദീസുകളുണ്ട്. നീണ്ട ഒരു ഹദീസുണ്ട്, മൻ സറക തരീഖൻ യബ്തഗി ഫീഹി ഇൽമൻ സഹലല്ലാഹു ലഹു തരീഖൻ ഇലൽ ജന്ന വഇന്നൽ മലായികത ലതളഉ അജ്നിഹതഹാ ലിതാലിബിൽ ഇൽം ഇലാ ആഖിറിൽ ഹദീസ്. സമയമില്ലാത്തതുകൊണ്ട് എല്ലാം ചുരുക്കുന്ന ഒരുപാട് ഹദീസ് ഇവിടെ വിശദീകരിക്കണമെന്ന് ഞാൻ ഉദ്ദേശിച്ചിരുന്നു. ചുരുക്കത്തില് നാം നിങ്ങൾ ഈ തെരഞ്ഞെടുത്ത അത് ഓഫ്ലൈൻ ആകട്ടെ ഓൺലൈൻ ആകട്ടെ അതിലൊന്നും ഞാൻ ഒരു വ്യത്യാസം കാണുന്നില്ല. കാരണം ഏറ്റവും വലിയ ഓൺലൈൻ്റെ ആളാണ് ഞാൻ. വലിയൊരു വ്യത്യാസങ്ങൾ ഞാൻ അതിൽ കാണുന്നില്ല. നിങ്ങൾ ഒരുപാട് ഓഫ്ലൈനായിട്ട് പഠിച്ച് പിന്നെ കുറച്ച് ഒരു ഓൺലൈനായിട്ട് ഇപ്പൊ പഠിച്ച് സനദ് ഉസ്താദ് പറഞ്ഞതുപോലെ കരഗതമാക്കി അതിലാണ് നമുക്ക് ബർക്കത്ത് വേണ്ടത്. അത്രയേ ഉള്ളൂ. ഈ ഇൽമിന് വലിയ സ്ഥാനമുണ്ട്. അപ്പൊ എന്റെ വിഷയം ഈ പ്രവാചക വൈദ്യത്തിലേക്കല്ല ഞാൻ കടന്നത്. ഞാൻ സത്യത്തിൽ ഖുർആൻ ആൻഡ് മോഡേൺ സയൻസിന്റെ 35 കൊല്ലം സയന്റിഫിക്കലി ആയിട്ട് റീസർച്ച് ചെയ്ത് അള്ളാഹു ഒന്നും കിബറില്ലാത്ത ഇനിയും തുടർന്ന് ഒരുപാട് ഖിദ്മത്ത് ചെയ്യുവാൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. അത് അത്യാവശ്യമാണ്. കാരണം യൂറോപ്പുകളിൽ അമേരിക്കയിലും യൂറോപ്യൻ രാജ്യങ്ങളിലും നിരന്തരം ആമന്നാ ബില്ലാഹ് അത്രേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്. അങ്ങനെ ഈ ആമന്നാ ബില്ലാഹ് ആക്കുന്നത് എന്തുകൊണ്ടാണ്? ഖുർആൻ ആൻഡ് മോഡേൺ സയൻസ് കൊണ്ടാണ്. അതാരാ? വലിയ വലിയ ശാസ്ത്രജ്ഞന്മാർ, ആയിരക്കണക്കിന് ആൾക്കാരുടെ ചരിത്രവും അവരുടെ പേരുകളും അവരുടെ എല്ലാ കാര്യങ്ങളും എനിക്കറിയാം. അപ്പോ എന്താ ഈ ആമന്നാ ബില്ലാഹ് അവരെ ചെയ്യുവാൻ കാരണം? അവരെ ഈ ഖുർആനിന്റെ ബേക്കിലുള്ള സയന്റിഫിക് റീസർച്ചുകൾ കോടാനക്കോടി റീസർച്ചുകളെ കണ്ടിട്ടാണ് അവരിത് ചെയ്യുന്നത്. അത്രമാത്രം ദൈനംദിനം നിരന്തര ആൾക്കാര് ഇസ്ലാമിനെ പറ്റി മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു. യൂറോപ്പിന്റെ കഥയാണ് ഞാൻ ഈ പറയുന്നത്. അപ്പോ ഇത് എവിടുന്ന ഈ സയൻസുകൾ? അതിന്റെ ഒരു ഭാഗമാണ് പ്രവാചക വൈദ്യം. ഇന്ന് പറയുന്നത് തിബുൻ നബീന്റെ ആള് അല്ല. അതില് സുവോളജി ഉണ്ട്, ജിയോളജി ഉണ്ട്, ഓഷ്യനോളജി ഉണ്ട്, കോസ്മോളജി ഉണ്ട്. ഇങ്ങനെ പല വിഷയത്തിലും ഇതൊരു വലിയ വലിയ സാഗരാണ് ഈ ഖുർആൻ ആൻഡ് മോഡേൺ സയൻസ് എന്നുള്ളത്. അപ്പോ അതിനൊരു ഭാഗമാണ് ഹെൽത്ത് ആൻഡ് മെഡിസിൻ, ആരോഗ്യം, അതേപോലെ തന്നെ മരുന്ന് എന്നുള്ളത്. അത് കൂടുതൽ പറയുമ്പോ ജനങ്ങൾക്ക് ഇപ്പോ ഞാന് ആകാശത്തിന്റെ നക്ഷത്രങ്ങളുടെ അതിന്റെ സ്പീഡുകൾ, അതിന്റെ ചലനങ്ങൾ, അതിനെപ്പറ്റി മില്യൺ, ബില്യൺ, ട്രില്യൺ, ക്വാഡ്രില്യൺ, നോനില്യൺ, സിൻറ്റില്യൺ, സെക്സ്റ്റില്യൺ ഇങ്ങനെ പറഞ്ഞാൽ ചിലപ്പോൾ ആൾക്കാർക്ക് തിരിയില്ല. അത് ഭയങ്കരമാണ്. 1000 വർഷം ഞങ്ങൾ അതിൽ മുഴുകിയാലും തീരാത്ത ഒരു ഫന്നാണ്. എന്തോ ആയിക്കോട്ടെ, അതല്ല ഇൽമു എന്നുള്ളത്. ഇത് എവിടുന്ന് കിട്ടിയെന്ന് ഞാൻ ആദ്യം നിങ്ങളോട് ഒരു ചോദ്യം, മറുപടി പറയേണ്ട ആവശ്യമില്ല. ഈ ഇൽമ് എന്നുള്ളത് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് കിട്ടിയതാണ്. പരിശുദ്ധ ഖുർആനിന്റെ ഓരോ ആയത്തുകളുടെ ബേക്കിലും സയന്റിഫിക് ആയിട്ട് ഒരു വലിയ ലോകങ്ങളുണ്ട്, ഭയങ്കരമായ ലോകങ്ങളുണ്ട്. ഒരു ഉദാഹരണം ഞാൻ പറയുന്നത്, പരിശുദ്ധ ഖുർആനിൽ ചെറിയൊരു ഉദാഹരണം, സമയമില്ലാത്തത് കൊണ്ട് ഞാൻ പറയലുണ്ട്. സൂറത്തുൽ ജാസിയയിൽ 3-4 ആയത്തുണ്ട്. ഇന്ന ഫിസ് സമാവാതി വൽ അർദി ലആയാത്തുൽ ലിൽ മുഅ്മിനീൻ വഫീ ഖൽഖികും വമാ യബ്സു മിൻ ദാബ്ബ. തുടർന്ന ആയത്ത്. ഈ ഒരൊറ്റ ആയത്തിനെ 2 വർഷം ഈ ഖുർആൻ ആൻഡ് മോഡേൺ സയൻസിൽ ഏറ്റവും ചെറിയ ഒരു സ്റ്റുഡൻ്റ് ആയ ഞാൻ 2 വർഷം ഒരു ആയത്തിന്റെ സയന്റിഫിക്കലായിട്ട് വിശദീകരിച്ചാൽ എനിക്ക് തീരൂല. അങ്ങനെ ഖുർആനിന്റെ ഓരോ പദങ്ങളുടെ ബേക്കിൽ വലിയ വലിയ സയന്റിഫിക് ലോകങ്ങൾ തന്നെ ഉണ്ട്. അപ്പോ ഈ ഇൽമുകളെല്ലാം എവിടുന്നാ കിട്ടിയത്? നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അന മദീനത്തുൽ ഇൽമി വലിയും ബാബുഹാ, ഞാൻ വിജ്ഞാനത്തിന്റെ പട്ടണമാണ്. ഒരു പട്ടണത്തിൽ എന്തൊക്കെ, ബാംഗ്ലൂർ, ബോംബെ, അങ്ങനെയുള്ള വലിയ വലിയ പട്ടണങ്ങളിൽ, പാരീസ് എന്തൊക്കെ ഉണ്ടാവുമല്ലോ.
ആ ഇൽമിന്റെ പട്ടണം ഞാനാണ്, അതിന്റെ കവാടം അലിയും ബാബുഹ അലി റളിയല്ലാഹു അൻഹു ആണ്. അലി റളിയല്ലാഹുവിന്റെ പേരമകനായ പേരക്കുട്ടിയായ ജഅഫർ സാദിഖ് റളിയല്ലാഹു അൻഹുവിനെ നിങ്ങൾ എപ്പോഴും കേൾക്കുന്നവരാണ്. ബഹുമാനപ്പെട്ട മാലിക് ഇമാമിന്റെയും അതേപോലെ തന്നെ അബൂ ഹനീഫത്തുൽ കൂഫി റഹ്മത്തുള്ളാഹി അലൈഹിന്റെയും ഉസ്താദ് ഈ ജഅഫർ സാദിഖ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ ഉപ്പാന്റെ പരമ്പര അലീബിന് അടുത്താണ്, ദൂരത്തില്ല. അതായത് 12-ാം നൂറ്റാണ്ടില്, കുറെ അപ്പുറം ഉണ്ടല്ലോ, 1200 കൊല്ലം ഏകദേശം. ആ സമയത്ത് അലി റളിയല്ലാഹു അൻഹാണ് ഉമ്മാന്റെ പരമ്പര പോയിട്ട് സിൽസില എത്തുന്നത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിലേക്കാണ്. ഈ മഹാൻ ഇത്രയും വലിയ അബൂ ഹനീഫത്തുൽ കൂഫി റഹ്മത്തുള്ളാഹിന്റെ ഉസ്താദ് ആയ അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ഏറ്റവും ഇൽമിനെ പറ്റി വാഴ്ത്തി പറഞ്ഞ ഈ മഹാൻ ഒരു ദിവസം അവിടുത്തെ രാജാവിന്റെ അടുത്ത് പോയി, മൻസൂറിന്റെ അടുത്ത് പോയപ്പോ ഇന്ത്യയിൽ നിന്ന് വലിയ ഒരു ഡോക്ടറെ ഈ രാജാവ് വരുത്തിച്ചിട്ടുണ്ട്. അദ്ദേഹം ഈ മെഡിസിനെ പറ്റി വലിയ ചർച്ചകൾ ചെയ്യുന്നുണ്ട്. രാജാവിൻ്റെ അടുത്ത് നല്ല ശ്രദ്ധിച്ചാലേ കാര്യം മനസ്സിലാവുള്ളൂ, മാത്രം വലിയ ചർച്ചകൾ ചെയ്യുന്നുണ്ട്. അപ്പോഴേക്ക് ഇമാം ജാഫർ, അന്നത്തെ ഡോക്ടർമാർ എന്ന് പറയും, ഇന്നത്തെ ഡോക്ടർമാർ വലിയവർ തന്നെ, യാതൊരു സംശയമില്ല, കാലങ്ങളോളം പഠിക്കുന്നവരാണ്. പക്ഷെ ഇതുപോലെയല്ല, അവർക്ക് നമ്മുടെ നാട്ടിൻ്റെ 4650 കൊല്ലം മുമ്പുണ്ടായിരുന്ന ഡോക്ടർ ശുശ്രുത എന്ന് ചില ഫാർമസിയുടെ പേരൊക്കെ കേട്ടിട്ടുണ്ടാവും. ആരാ അദ്ദേഹം? ഈ 4650 കൊല്ലം മുമ്പ് അദ്ദേഹം 8 വാള്യമുള്ള ഒരു സംഹിത, ഒരു എൻസൈക്ലോപീഡിയ മെഡിസിൻ എഴുതിയിട്ടുണ്ട്. ഇന്ത്യക്കാരനാണ്, ആയുർവേദത്തിന്റെ ഫാദർ. അദ്ദേഹം അതിൽ അന്ന് സർജറി ചെയ്യുന്ന, ഓപ്പറേഷൻ ചെയ്യുന്ന ടൂൾസുകളെ പറ്റി 200 ടൂൾസുകളെ പറ്റി അതിൽ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഇന്നും ആ ഗ്രന്ഥമുണ്ട്. അങ്ങനെ പേര് കേട്ട ഡോക്ടർമാരായിരുന്നു ഇന്ത്യക്കാർ എന്ന് പറഞ്ഞാൽ പല കിതാബുകളും ഇന്ത്യക്കാരുടെ ചരിത്രം, ഡോക്ടർമാരുടെ ചരിത്രം പറയുന്നുണ്ട്. അങ്ങനെ വിശദമായിട്ട് ഞാൻ പറയുന്നില്ല. അങ്ങനെയുള്ള ഒരു ഡോക്ടറാണ് ആ രാജാവിന്റെ സന്നിധിയിൽ വന്ന് കാര്യങ്ങൾ പറയുന്നത്. അപ്പൊ ജഅഫർ സാദിഖ് റളിയല്ലാഹു അൻഹു അവിടെ പോയി. എന്നിട്ട് ജഅഫർ സാദിഖ് റളിയല്ലാഹു അൻഹു ആ ഡോക്ടറോട് ചോദിച്ചു, എനിക്ക് ചില്ലറെ സംശയമുണ്ട്, ഞാൻ ചോദിക്കട്ടെ? അയാൾ പറഞ്ഞു, ചോദിച്ചോ, ഒരു കുഴപ്പമില്ല. അപ്പോഴേക്ക് ജഅഫർ സാദിഖ് റളിയല്ലാഹു അൻഹു ഒരു ചോദ്യം ചോദിച്ചു, മറുപടിയില്ല. 2 ചോദിച്ചു, 3 ഇല്ല, 4 ഇല്ല, 5 ഇല്ല, 19 ചോദ്യങ്ങൾ ചോദിച്ചിട്ടും ഒന്നിനും മറുപടിയില്ല. എന്താ ചോദ്യം? കിതാബിന്റെ കാര്യമല്ല ചോദിച്ചത്, മെഡിസിൻ സംബന്ധമായി നമ്മുടെ ശരീരത്തിനകത്തുള്ള എന്തൊക്കെയോ കാര്യങ്ങളുണ്ട്, അതിനെപ്പറ്റിയാ ചോദിച്ചത്. 19 ചോദ്യത്തിനും ഒരു മറുപടിയും ഇല്ല. അദ്ദേഹം പറഞ്ഞു, എനിക്കറിയില്ല, നിങ്ങൾക്ക് ഇതിന്റെ മറുപടി അറിയോ എന്ന് ചോദിച്ചു. ഡോക്ടർ പറഞ്ഞു, എനിക്കെല്ലാം അറിയാം, എന്താന്ന് പറയോ എന്ന് ചോദിച്ചു. അപ്പോ ജഅഫർ സാദിഖ് റളിയല്ലാഹു അൻഹു ഓരോന്നിനും കംപ്ലീറ്റ്ലി വളരെ വിശദമായിട്ട് മറുപടി പറഞ്ഞപ്പോ അദ്ദേഹം പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. എന്നിട്ട് അദ്ദേഹം ചോദിച്ചു, ഈ വിവരങ്ങൾക്ക് നിങ്ങൾക്ക് എവിടുന്നാ കിട്ടിയത്? അപ്പോ ജഅഫർ സാദിഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എൻ്റെ വാപ്പ, വാപ്പായുടെ വാപ്പ അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു, അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, അങ്ങനെ ജിബ്രീൽ അലൈഹിസ്സലാം മുഖേന അള്ളാഹുവിൽ നിന്ന് കിട്ടിയ വിവരമാണ്. ഒരു വിഷയത്തിലല്ല, അവരൊക്കെ പണ്ഡിതന്മാരായിരുന്നു, വലിയ വലിയ മുഹദ്ദിസീങ്ങളും ഫുഖഹാഉം. അബൂ ഹനീഫ ഇമാമിന്റെ ഉസ്താദ് എന്ന് പറയുമ്പോഴേക്ക് എന്തായിരിക്കും അവസ്ഥ? പക്ഷേ അവർക്ക് ഫലക്കിനെ പറ്റി ധാരാളം അറിയാമായിരുന്നു. ജഅഫർ സാദിഖ് റളിയല്ലാഹു അൻഹുവിന് മറ്റുള്ള ഫന്നുകളിൽ ധാരാളം അറിയാമായിരുന്നു. കെമിസ്ട്രിയെ പറ്റിയും ധാരാളം ശിഷ്യന്മാർക്ക് പഠിപ്പിച്ച ഒരു മഹൽ വ്യക്തിത്വമായിരുന്നു. ഈ അബുൽ കീമിയ എന്ന് പറയുന്ന കെമിസ്ട്രിയുടെ ഫാദർ ഉണ്ട്. അതാരാ? ജാബിർ ബിൻ ഹയ്യാൻ. ഈ ജാബിർ ബിൻ ഹയ്യാൻ കെമിസ്ട്രിയിലും മറ്റുള്ള ഡിവൈസുകളിലും 1200 കൊല്ലം മുമ്പ് അനേകം ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ട്. അതിൽ ഏറ്റവും ഉയർന്ന ശാസ്ത്രജ്ഞനാണ്.
അദ്ദേഹത്തിന് കെമിസ്ട്രി കീമിയ പഠിപ്പിച്ചത് ഈ ജഅഫർ സാദിഖ് റളിയല്ലാഹു അൻഹു ആണ്. അപ്പൊ നമ്മുടെ എല്ലാം എന്ത് ഫന്നുകൾ ഉണ്ടെങ്കിലും അതെല്ലാം ഖുർആനിലും ഹദീസിൽ നിന്നും ഉള്ളതാണ്. ഒരു പ്രത്യേകമായി ഒന്നും ഇല്ല. പിന്നെ തുടർന്ന് വരുന്ന പണ്ഡിതന്മാർ ഈ കാര്യങ്ങൾ ഇന്ന് ലോകത്തിൽ അറിയപ്പെടുന്ന ഒരു ഡോക്ടറുണ്ട്, മുഹമ്മദ് അലി ബാർ എന്ന് പറഞ്ഞിട്ട് 100-ലധികം ഖുർആൻ ആൻഡ് മോഡേൺ സയൻസിനെ പറ്റി അറബിയിൽ കിതാബ് എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കിതാബാണ് ഖൽഖുൽ ഇൻസാനി ബൈന തിബ്ബി വൽ ഖുർആൻ. മനുഷ്യന്റെ സൃഷ്ടിപ്പ് ഖുർആനിന്റെയും മെഡിസിന്റെയും ഇടയിൽ അത് ലോകപ്രസിദ്ധമായ കിതാബാണ്. അദ്ദേഹത്തിന്റെ ഒരു കിതാബുണ്ട്, അതായത് തിബ്ബുൻ നബവിയില് കിതാബ് എഴുതിയ ഒരുപാട് പഴയകാലത്തുള്ള ആലിമ്യങ്ങളുടെ താരീഖ് പറയുന്ന ഒരു കിതാബുണ്ട്, അൽ കുതുബു തുറാസിയ ഫിത്തിൻ നബവി എന്ന് പറഞ്ഞിട്ട്. അതിൽ ഈ സംഭവം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഈ പറഞ്ഞ കാര്യം, അങ്ങനെ പണ്ടുകാലത്ത് വബാഹ് വന്നപ്പോഴേക്ക് അതിനെപ്പറ്റി വിശദീകരിച്ചതിന്റെ മരുന്നുകളെപ്പറ്റി എഴുതിയത് ഒരുപാട് പണ്ഡിതന്മാർ 27 കിതാബ് എഴുതിയിട്ടുണ്ട് അന്ന്. ഇപ്പൊ ഇതെല്ലാം 1000 കൊല്ലം മുമ്പത്തെ കഥയാ പറയുന്നത്. അവർക്കുള്ള കഴിവുകൾ ഈ പണ്ഡിതന്മാർക്ക് അവർക്ക് എല്ലാ വിഷയത്തിലും കഴിവുണ്ടായിരുന്നു. ബഹുമാനപ്പെട്ട ഇമാമുന ഷാഫി റളിയല്ലാഹു അൻഹു ഏകദേശം 10 ലക്ഷം ഹദീസ് മനപ്പാടമുള്ള ലോകത്തിന്റെ ഏകദേശം വിജ്ഞാനങ്ങൾ കരഗതമാക്കിയ ഷാഫി ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ നക്കലുകളെ ശേഖരിച്ച ഒരു കിതാബുണ്ട്, അൽ വഅയു ഷാഫിഇയ്യാന്ന്, ഞങ്ങളുടെ ആരോഗ്യത്തെ പറ്റി, മെഡിസിനെ പറ്റി. അപ്പൊ ഞാൻ ഈ പറയുന്നത് നമ്മുടെ ഇമാമിങ്ങൾ എഴുതിയ കിതാബുകളാണ്. ഇങ്ങനെ ചരിത്രം പറഞ്ഞാൽ കൊല്ലങ്ങളോളം ഞാൻ പറയും. എല്ലാം സഹാബാക്കളുടെ ഇമാമിങ്ങളുടെ ചരിത്രമാണ് വിജ്ഞാനത്തിന്റെ എല്ലാ ശാഖകളിലും. അപ്പൊ ചുരുക്കത്തിൽ പറയുന്നു, ഇപ്പൊ എനിക്ക് ഖതീബന്മാർ നിങ്ങൾക്കുള്ള എന്താണ്, ഞങ്ങൾ വേദ മാത്രം പറയുന്നത് നിർബന്ധമാണ്. ആ വേദ പറഞ്ഞത് കൊണ്ടാണ് ഇവിടെ ദീനി നിലനിൽക്കുന്നത്. അതോടൊപ്പം ഒരു നാട്ടിനെ ഭരിക്കുമ്പോൾ അവിടുത്തെ ഏറ്റവും വലിയ ട്രെയിനർ നിങ്ങളാണ്, അവിടുത്തെ ഏറ്റവും വലിയ കൗൺസിലർ നിങ്ങളാണ്. ആ നാട്ടിൽ വരുന്ന ആൾക്കാർക്ക് വരുന്ന രോഗങ്ങളെ ഇല്ലാണ്ടാക്കുന്നവർ നിങ്ങളാണ്. അതെങ്ങനെ? ഗുളിയൊന്നും ആരും കൊടുത്തേക്കണ്ട, മരുന്ന് കൊടുക്കണം എന്നല്ല ഞാൻ പറയുന്നത്. അതിൻ്റെ സർട്ടിഫിക്കറ്റും അർഹതയുണ്ടെങ്കിൽ മാത്രമേ അത് ചെയ്യാവൂ. പക്ഷേ പ്രശ്നങ്ങൾ ഇന്ന് മാനസിക രോഗങ്ങൾ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതിന് ഞങ്ങൾ ഒരു സൈക്കോളജിൻ്റെ സാധാ ഒരു ക്ലാസ്സുകൾ കിട്ടുന്നുണ്ട്. അതിൻ്റെ ഒരു കൗൺസിലിംഗ് എല്ലാം നമുക്ക് പഠിക്കാൻ പറ്റും. അത് പഠിച്ചാൽ ആ നാട്ടിലുള്ള ചെറിയവർക്കും വലിയവർക്കും ഇന്ന് പ്രത്യേകിച്ച് ഒരുപാട് പ്രശ്നങ്ങൾ ഉള്ളതാണ്. അവർക്കുള്ള വരുന്ന പ്രശ്നങ്ങളെ പരിഹരിക്കാൻ ഈ കൗൺസിലിംഗ് മുഖേന സാധിക്കും. പറ്റൂലേ? ഒരുപാട് ആൾക്കാരെ നെഞ്ഞുവേദനയും പ്രശ്നങ്ങളും കാര്യങ്ങളും ഡൈവേഴ്സ് ആകുന്നത്, നാളെ ഡൈവേഴ്സ് ആകുന്നതിനൊക്കെ കൗൺസിലിംഗ് ചെയ്തിട്ട് ഞാൻ ഇല്ലാണ്ടാക്കിയിട്ടുണ്ട്. ഒരു മരുന്നും കൊടുത്തിട്ടില്ല, ഒരു തത്സമാത്തിന് പണിയും എടുത്തിട്ടില്ല. പറ്റൂല എന്ന് പറയുന്നതിന് ഞാൻ പറഞ്ഞതാണ്. അത് നിങ്ങൾ പഠിച്ച എൻ്റെ പ്രത്യേകത എന്തുമല്ല, ഇൽമുള്ളത് എല്ലാവർക്കും ഉള്ളതാണ്. അപ്പോൾ നിങ്ങൾ പറയാം ഇനി കുറേ ആൾ, നിങ്ങൾ ആലിമ്യങ്ങളാണ്. ചിലർ പറയാതെ നമുക്ക് അതിനുള്ള ബുദ്ധിയില്ല, അത് വെറുതെയാണ്. അതിനെ ഞാൻ വിശ്വസിക്കുന്നില്ല. ആകെ എല്ലാവർക്കും ബുദ്ധിയുണ്ട്. പക്ഷെ എന്താ വിഷയം എന്ന് പറഞ്ഞാൽ, 2 അമേരിക്കൻ ബ്രാൻഡ് കത്തി കൊണ്ടുവന്നിട്ട് ഒന്നിനെ അവിടെ വെച്ച് ഒന്നിന് ദിവസം ഷാർപ്പ് ചെയ്തിട്ട് മൂർച്ച ചെയ്തിട്ട് മുറിച്ചുകൊണ്ടിരിക്കും. ഭയങ്കര മൂർച്ച. 6 മാസം കഴിഞ്ഞ് മറ്റേ കത്തി എടുത്ത് നോക്കുമ്പോൾ മുറിയുന്നില്ല. പടച്ചവന് പൈസയും കൊടുത്ത് അമേരിക്കൻ ബ്രാൻഡാണ്, വെറുതെയാ പറയുന്നത്. കാരണം ഇത് മുറിയുന്നില്ലല്ലോ. അല്ല, അതിനെ മൂർച്ച എന്ത് ഷാർപ്പ് ചെയ്തിട്ടില്ല. ഷാർപ്പ് എങ്ങനെ? കിതാബുകൾ നോക്കണം, വായിക്കണം, നല്ല പ്രസംഗങ്ങൾ കേൾക്കണം, നല്ല പ്രസംഗങ്ങൾ കേൾക്കണം, ഭാഷകൾ പഠിക്കണം. കഴിയുന്നത്ര അല്ല, എല്ലാവർക്കും പഠിക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അത് വലിയൊരു പർവ്വത അല്ലെങ്കിൽ ഞങ്ങളെ തറവാട് സ്വത്തൊന്നും അല്ല ഇൽമ. ഞങ്ങൾ അധ്വാനിച്ചതുപോലെ മഞ്ചദ്ദ വജദ, അത്രേ ഉള്ളൂ. അതേപോലെ തന്നെ അവിടെ സൈക്കോളജിക്കലായിട്ട് ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവും. എന്തൊക്കെ പ്രശ്നങ്ങൾ നമുക്ക് പരിഹരിക്കാൻ പറ്റും. അതേപോലെ തന്നെ ചില കാര്യങ്ങൾ എല്ലാം പ്രിവെന്റീവ് മെഡിസിനുകളാണ് നമ്മുടെ ഖുർആനിലും ഹദീസിലും ഉള്ളത്. അതിനെ അറിഞ്ഞ് അതിനെപ്പറ്റി ധാരാളം അറിഞ്ഞാൽ നമുക്ക് പല രോഗങ്ങളെയും മരുന്നുകൾ കൊടുക്കാതെ ഇല്ലാണ്ടാക്കാൻ പറ്റും, പലതിനെയും ഇല്ലാണ്ടാക്കാൻ പറ്റും. അപ്പോ അത് വലിയ. അതേപോലെ തന്നെ കല്യാണം. ഈ കല്യാണം നാം ജീവിച്ച് ഇവിടുന്ന് നമ്മെ പ്രസവിക്കപ്പെടുന്നത് മുതൽ
മരിക്കുന്നതിൻ്റെ ഇടയിൽ ഒരുപാട് ലോകങ്ങളുണ്ട്. ആ ലോകത്തിൽ ഏറ്റവും വലിയ ഒരു ലോകമാണ് കല്യാണം എന്നുള്ളത്. അല്ലാഹു തആല സൂറത്ത് റൂമിൽ 21-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നു, വമിൻ ആയാതിഹി അൻ ഖലഖ ലക്കും മിൻ അൻഫുസികും അസ്വാജാ ലിതസ്കുനൂ ഇലൈഹാ വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിഖൗമി യതഫക്കറൂൻ. ഒറ്റൊരു ആയത്തിനാണ് ഒരു മാസം ഞാൻ വിശദീകരിച്ച്. നിങ്ങൾ വിചാരിക്കണ്ട, നിങ്ങളെ എന്നെ പോലെ പഠിച്ച ഒരു മാസമല്ല, ഒരു കൊല്ലം വിശദീകരിക്കും. അതൊരു വലിയ കാര്യം എന്താ, പഠിക്കണമെന്നേ ഉള്ളൂ. അത്തരാപ്പകൽ ഞാൻ അധ്വാനിച്ച് പഠിക്കണമെന്നേ ഉള്ളൂ. അപ്പൊ എന്താ അള്ളാഹു പറഞ്ഞത്? ഇന്നത്തെ എല്ലാ സൈക്കോളജിയും അതിലടങ്ങിയിട്ടുണ്ട്. അതിനെ നിങ്ങൾ പഠിച്ച് അതിൻ്റെ വിശദീകരണം നിങ്ങൾ പഠിച്ച് അവിടെ ക്ലാസ് എടുത്താൽ സൗകര്യം ഖതീമമാർക്കാണുള്ള കൂടുതൽ. ഞാൻ ഒരു കാലത്ത് ഒരുപാട് ഇംഗ്ലീഷിൽ ലേഖനം എഴുതിയിരുന്നു. അതെല്ലാം ഡോക്ടർമാരും പലരും ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു വലിയ മൈക്രോബയോളജിയിൽ BSc എടുത്ത് MSc എടുത്ത ഒരു പെണ്ണുങ്ങൾ ഇതിനെ വായിച്ച്, പെണ്ണുങ്ങൾ ഉപ്പാൻ്റെ അടുത്ത് പറയാം, മൊയിലമ്മാർ ഇതിനെല്ലാം തുനിയാണ്, ഞങ്ങൾ ഇതിനെ തുനി ഞങ്ങൾ ആവൂല. എന്തേ? അവർക്കാണ് ജനം വഴങ്ങുന്നത്, അവർക്കാണ് അവരുടെ വാക്കാണ് കേൾക്കുന്നത്, അവർക്ക് പ്രസംഗിക്കാനും ക്ലാസ് എടുക്കാനെല്ലാം സൗകര്യമുണ്ട് എന്ന് പറഞ്ഞ സത്യമാണല്ലോ, സംശയമില്ല. പക്ഷെ നിങ്ങൾ പഠിച്ച് അവരെ പഠിപ്പിക്കണം. ഈ ആയത്തിൻ്റെ റീസർച്ച് എന്താ? ഒരു പെണ്ണുങ്ങൾ അമേരിക്കയിലുണ്ട്, വലിയ ഒരു യൂണിവേഴ്സിറ്റി പ്രൊഫസറാണ് ഡോക്ടർ ലിൻഡ വെയ്റ്റ്. അവർ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലുള്ള യൂറോപ്യൻ അമേരിക്കൻ യൂണിവേഴ്സിറ്റികളുടെ എല്ലാ രാജ്യങ്ങളിലെ യൂണിവേഴ്സിറ്റിയിലെ ശാസ്ത്രജ്ഞന്മാർ കല്യാണത്തിനെ പറ്റി എന്താ റീസർച്ച് ചെയ്തതെന്ന് പറഞ്ഞാൽ അതിനെ കളക്ട് ചെയ്തിട്ട് ഒരു ബുക്ക് ചെയ്തിട്ടുണ്ട്, ദ കേസ് ഓഫ് ദ മാരേജ്. ആ ബുക്ക് വായിച്ച് അവരുടെ ഇതെല്ലാം ഞാൻ വായിച്ചപ്പോൾ ഞാൻ ഇപ്പോൾ ഓതിയ ഈ ആയത്തിൻ്റെ അകത്ത് അതെല്ലാം ഉണ്ട്. അവരെ എല്ലാ റീസർച്ചും അതിലുണ്ട്. 2 മാരേജാണ്, 2 കല്യാണമാണ്. കല്യാണം ഒന്ന് പോസിറ്റീവ്, ഒന്ന് നെഗറ്റീവ്. പോസിറ്റീവ് തന്നെ ആകണം. അതാണ് അള്ളാഹിന്റെ ഖുർആനിൽ പറഞ്ഞത്. എന്തിനാ? നമ്മുടെ കല്യാണത്തിന്റെ വിഷയം പറയാനല്ല ഇവിടുത്തെ വിഷയം, വിജ്ഞാനത്തിനെ ഞാൻ പറഞ്ഞു. ഒന്ന് ലിതസ്കുനൂ ഇലൈഹാ, അത് മുഖേന നമുക്ക് സമാധാനം കിട്ടും. പിന്നെ വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ, പരസ്പരം ഭയങ്കരമായ മുഹബ്ബത്ത്, നല്ല മവദ്ദത്ത്, അതും ദയയും വേണം. അള്ളാഹു ആദ്യം പറഞ്ഞ അതിൽ ആയത്തുണ്ട്, ദൃഷ്ടാന്തമുണ്ട്. പിന്നെ ഇട്ടിട്ട് പറയുന്ന തീർച്ചയായിട്ടും ദൃഷ്ടാന്തമുണ്ട്. അങ്ങനെ ആകണം. ആയിട്ടില്ലെങ്കിൽ അതിനെ ആക്കിയെടുക്കാൻ നമുക്ക് പറ്റണം, ഒരു കൗൺസിലറിന് പറ്റണം. അത് നിങ്ങൾക്കും പറ്റും, എല്ലാവർക്കും പറ്റുന്നൊരു കാര്യമാണ്. പഠിക്കണമെന്നേ ഉള്ളൂ, പക്ഷെ നേരെ പഠിക്കണം. അതാണ്, നേരെ പഠിച്ചില്ലെങ്കിൽ പിന്നെ പകുതിയിലായിട്ടുള്ളതിൽ അപ്പുറമായെങ്കിൽ അതും പ്രശ്നമാണ്. അങ്ങനെ ആകരുത് ഒരിക്കലും. അപ്പൊ ഇങ്ങനെ ഞങ്ങൾ ഒരു ഉദാഹരണത്തിന് ഞാനിപ്പോൾ നിങ്ങൾക്കൊരു ചെറിയ കാര്യങ്ങളെ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല സൂറത്തിൽ 100 30-ാമത്തെ ആയത്തിൽ ചുരുക്കി പറയുന്ന ആയത്തോതാൻ സമയമില്ല. അന്യ പെണ്ണുങ്ങൾ ആണുങ്ങൾ പെണ്ണുങ്ങൾ നോക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അന്നദുർ സഹമും മസ്മൂം മിൻ സിഹാമി ഇബ്ലീസ്. ഈ നോട്ടം പിന്നെ അത് ഇബ്ലീസിന്റെ വിഷം മുട്ടപ്പെട്ട ഒരു അമ്പ് എന്നും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്താ, ലണ്ടനിൽ ഒരു ഹുസൈൻ റാഷിദി എന്ന് പറയുന്ന ശാസ്ത്രജ്ഞന് ഇത് ഇങ്ങനെ പറഞ്ഞ് ഇത്രയും വലിയ ഒരു ഹറാമായിട്ട് നോക്കാൻ പാടില്ല എന്ന് പറഞ്ഞില്ലേ? അത് എന്തായില്ല അത്രയും കാര്യമുള്ളതെന്നാണ് റീസർച്ച് ചെയ്ത്. എത്ര കൊല്ലം? 25 കൊല്ലം റീസർച്ച് ചെയ്തപ്പോൾ അദ്ദേഹത്തിന് കിട്ടിയ ഒരുപാട് രോഗങ്ങൾ 4.5 പേജ് ഇങ്ങനെ നോക്കിയാൽ പിന്നെ ഉണ്ടാകുന്ന രോഗങ്ങളെ പറ്റി അദ്ദേഹം ശാസ്ത്രജ്ഞ എഴുതിയിട്ടുണ്ട്. അങ്ങനെ പല യൂണിവേഴ്സിറ്റി ശാസ്ത്രജ്ഞന്മാരും അതിനെപ്പറ്റി എഴുതിയിട്ടുണ്ട്, അതിൽ വരുന്ന രോഗങ്ങൾ. പക്ഷേ ഞങ്ങൾ ചെറുപ്പം മുതലേ പഠിപ്പിക്കുന്നതാണ്. അത് പ്രാബല്യത്തിൽ വരുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷേ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യമുണ്ട്. അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ബഖറയിൽ 222-ാമത്തെ ആയത്തിൽ പറഞ്ഞു, വയസ്അലൂനക അനിൽ മഹീൽ ഖുൽ ഹുവ അദാ ഫഅതസിലുൻ നിസാഅ ഫിൽ മഹീൽ വലാ തഖറബൂഹുന്ന ഹത്താ യത്ഹുർന. അല്ലാഹു പറഞ്ഞു, നിങ്ങൾ
ആ സമയത്ത് പീരിയഡിന്റെ സമയത്ത് ഇന്റർകോഴ്സസിൽ ജിമായിൽ ഏർപ്പെടരുത്. അവിടെ ഒരു പദാണ് ഉപകരിച്ചത്, ഹുവ അദാ, അത് ബുദ്ധിമുട്ട്. ഇതിനെപ്പറ്റി ഗവേഷണം ചെയ്തിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ മുഹമ്മദ് അലി ബാർ ഒരു ലേഖനം എഴുതിയിട്ടുണ്ട്. അദ്ദേഹം ആ സമയത്ത് പീരിയഡിന്റെ സമയത്ത് അങ്ങനെ സംഭവിച്ചാൽ വരുന്ന രോഗങ്ങളെ പറ്റി 4.5 പേജോളം എഴുതിയിട്ട് പറയുന്നു. ഇതിനപ്പുറവും ഉണ്ട്, പക്ഷേ ശാസ്ത്രം ഇന്നും അതിനെ കണ്ടുപിടിച്ചിട്ടില്ല, അല്ലാഹു അഅലം എന്ന് അദ്ദേഹം പറഞ്ഞു. ഇങ്ങനെ ഖുർആനിന്റെ ഓരോ പദങ്ങളെ പറ്റി വിശദീകരിക്കുന്ന കൊല്ലങ്ങളോളം വിശദീകരിക്കാൻ പറ്റും സയന്റിഫിക്കലായിട്ട്. അപ്പോൾ പറയും സയൻസിന് തെറ്റ് പറ്റൂലേ എന്ന്. ഇതെന്തൊരു ചോദ്യമാണ്. സയൻസ് ചിലപ്പോൾ എന്തെങ്കിലും പറ്റിയേക്കാം, അങ്ങനെ ചില മുഫസ്സിറുകൾക്ക് വരെ എന്തെങ്കിലും തെറ്റ് പറ്റിയേക്കാം എന്നുണ്ട്. പറ്റുന്നല്ല, പറ്റിയേക്കാം. തെറ്റായിരിക്കും, അള്ളാഹ്ക്ക് പറ്റൂല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പറ്റൂല. ഇപ്പൊ സയൻസ് ഇല്ലാണ്ട് ഇന്ന് ലോകം നടക്കുന്നുണ്ടോ? ഇത്ര ഹോസ്പിറ്റലിലും സയൻസിലെല്ലാം നടക്കുന്നേ, ഈ ലോകത്തിലുള്ള ടെക്നോളജി എല്ലാം സയൻസിലെല്ലാം നടക്കുന്നേ. അത് വേണ്ടാന്നൊക്കെ വെക്കാൻ പറ്റൂല. പക്ഷേ ഖുർആൻ ഒരു സയൻസിന്റെ ഗ്രന്ഥമല്ല എങ്കിലും ലോകത്തിൽ ഈ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്ന എല്ലാ കാര്യങ്ങളും അടക്കിയിട്ടുണ്ട്. അപ്പൊ വിജ്ഞാനാണ്, ഞാൻ വളരെ ചുരുക്കി പറഞ്ഞതാണ്. ഇത് പറയുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, എങ്കിലും ഇവിടെ സമയമില്ലല്ലോ. നിങ്ങൾ ഖതീബന്മാരാണ്, ഇതൊക്കെ നിങ്ങൾ പഠിക്കണം. ഒരു പ്രശ്നങ്ങൾ, ഇപ്പോൾ ഒരു കല്യാണത്തിൽ പ്രശ്നങ്ങൾ വന്നു, പ്രശ്നങ്ങൾ വരുമ്പോഴേക്ക് അതിനെ 4 ആളെ വിളിച്ചിട്ട് വലിയ ആൾക്കാരെ വിളിച്ചിട്ട് അവിടെ ഒരു പഞ്ചായത്ത് ഉണ്ടാക്കി ഒരിക്കലും പരിഹാരമാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എന്ന് പറഞ്ഞാൽ അന്ന് കൗൺസിലിംഗ് ചെയ്തിട്ട് എന്താ ഇഷ്യൂ നോക്കിയിട്ട് ഞാൻ എത്രയോ ആളെ അങ്ങനെ തലാക്കാവുന്നതിന് ഇല്ലാണ്ടാക്കിയിട്ടുണ്ട്, അവരെ പ്രശ്നം പരിഹരിച്ചിട്ടുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ ഇത് ഖതീബന്മാർ ഇതൊക്കെ പഠിക്കേണ്ടതാണ്, ഒരുപാട് വായിക്കേണ്ടവരാണ്. സനതൊക്കെ കിട്ടി, നിങ്ങൾ മുമ്പും ധാരാളം പഠിച്ച ഉസ്താദ് പറഞ്ഞിട്ട് അവരെല്ലാം ഖതീബന്മാർ പ്രഭാഷകരാണ് എന്ന് നിങ്ങളെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അപ്പം നിങ്ങൾ ധാരാളം പഠിക്കണം, അവരവർക്ക് അറിയുന്ന ഭാഷയിലെങ്കിലും പഠിക്കണം. പഠിച്ചിട്ട് ഇൽമുണ്ടാക്കിയിട്ട് ആ നാട്ടിനെ നന്നാക്കാൻ വേണ്ടി നോക്കണം, ആ നാട്ടിൽ ശാന്തി ഉണ്ടാക്കാൻ വേണ്ടി നോക്കണം, ആ നാട്ടിൽ രോഗം ഇല്ലാണ്ടാക്കാൻ വേണ്ടി നോക്കണം, ആ നാട്ടിൽ മാനസിക പ്രശ്നങ്ങൾ സംഘർഷങ്ങൾ ഇല്ലാണ്ടാക്കാൻ വേണ്ടി നോക്കണം, പ്രശ്നങ്ങൾ ഒന്നും ഇല്ലാണ്ടാക്കാൻ നോക്കണം, കുഴപ്പങ്ങൾ ഒന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പരിശ്രമിക്കണം. ശാന്തി ലോകത്തിലെ, സമാധാനം ലോകത്തിലെ സ്പ്രെഡാകുവാൻ വേണ്ടി, പരത്തുവാൻ വേണ്ടി നാം പരിശ്രമിക്കണം. അതിന് അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ എന്ന് മാത്രൻ്റെ സമയപരിധി കഴിഞ്ഞതെല്ലാം നിങ്ങൾ നേരത്തെ മുതലേ ഇരുന്നവരാണ്. ഇരിക്കുന്ന എന്ത് പ്രസംഗം കേട്ട് അവർക്കൊരു മടുപ്പുണ്ടാവുമല്ലോ. അതുകൊണ്ടാണ് ഞാൻ ടൈം നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് പിന്നെ പറയുന്നത്. അപ്പോൾ ചുരുക്കത്തിൽ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഇക്കാര്യങ്ങളെല്ലാം ഇനി കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരുപാട് കാര്യം പഠിപ്പിക്കാനുണ്ട് അവരുടെ അടുത്ത്. കുട്ടികളെ പണ്ടത്തെ പോലെ ഇപ്പം ഒന്നും നടക്കൂല. മദ്രസയിൽ അവർ ഒരുപാട് കാര്യം, ഞാൻ ഒരു സ്ഥലത്തൊരു മോട്ടിവേഷൻ ക്ലാസ്സിന് മദ്രസയിൽ പോയപ്പോൾ ഉസ്താദ് പറഞ്ഞു, കുറേ കുട്ടികളാണ്, 5ാം ക്ലാസ്സും 10ാം ക്ലാസ് വരെ കുട്ടികളാണ്. ഉസ്താദ് പറഞ്ഞു, ഒരു പ്രശ്നമാക്കും ഉസ്താദേ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എന്തും നിങ്ങൾ പേടിക്കണം, പ്രശ്നമൊന്നും ആക്കൂല എന്ന് പറഞ്ഞു. അങ്ങനെ ഉസ്താദ്മാരെല്ലാം അപ്പുറം നിന്ന് നോക്കുന്നത്. ക്ലാസ് കഴിയുന്നത് വരെ ഒരു കുട്ടി പോലും മുണ്ടിയിട്ടില്ല. പറ്റൂലേ? പക്ഷെ സൈക്കോളജിക്കലായിട്ട് കുറച്ച് തരാം, ഒരു പ്രശ്നവും ഇല്ല. കുട്ടികൾക്ക് ആൽഫ ബ്രെയിനിൽ ഇങ്ങനെ ഇറങ്ങിയിട്ട് കുട്ടികളെ നോക്കിയിട്ട് തന്നെ ബാക്കി. മെഡിസിൻ കൊടുത്തിട്ടില്ല, ഐസ്മിൻ്റെ പണിയൊന്നും എടുത്തിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ഒരു നാട്ടിനെ എങ്ങനെ നന്നാക്കാൻ പറ്റും, അവരുടെ ഫുഡുകളെ പറ്റി അതിനെപ്പറ്റി എല്ലാം. ഞാൻ ഇതിനെപ്പറ്റി ഓൺലൈനിലെല്ലാം പ്രവാചക വൈദ്യം ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ ക്ലാസ് തുടങ്ങുന്നുണ്ട്. അതിന് പ്രചാരമൊന്നുമല്ലേ, അത് മുമ്പേ ഉണ്ടായിരുന്നതാണ്. പല ഭാഷകളിലായിട്ട് ക്ലാസ് തുടങ്ങാൻ ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോഴേക്ക് നിങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്ക് നാട്ടിനെ നന്നാക്കാൻ പറ്റും, നമ്മുടെ കുടുംബത്തിനെ നന്നാക്കാൻ പറ്റും, നമ്മുടെ വീട്ടിനെ നന്നാക്കാൻ പറ്റും. ഇത്രയേ ഉള്ളൂ. അതുകൊണ്ട് നന്നായി വീണ്ടും വായിച്ച് പഠിച്ച് കേട്ട് മനസ്സിലാക്കി പ്രബോധനം ചെയ്യുവാൻ അല്ലാഹു തആല നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. ആമീൻ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.